ശ്രീ മനോജ് കെ ദാസ്, വളരെ അഭിമാനാർഹമായ ഒരു ദിവസമാണ്. നാളെ നാവികസേനയുടെ അതിഗംഭീര പ്രകടനം കാണാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ബ്രഹ്മോസിൻ്റെ ഒരു അതിവിശാലമായ പ്ലാന്റും ഒക്കെ ഇവിടെ വരാൻ പോകുന്നുവെന്ന അനുമതി. ഇനി എൻ്റെ നടപടികളിലേക്ക് കടക്കണം. എങ്കിലും എത്രത്തോളം കേരളത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു നേട്ടം എന്നിതിനെ വിശേഷിപ്പിക്കും. ഒപ്പം പ്രതിരോധ രംഗത്ത് കേരളത്തിൻ്റെ കുറച്ചുകൂടി നമ്മുടെ ഒരു സാന്നിധ്യം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയുമാണ്. രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, നേരത്തെ ഡിവിഷനെ പറഞ്ഞ മാതിരി വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനിങ്ങിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും കീ ഡിഫൻസ് ഇൻസ്റ്റലേഷൻസ് വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. രണ്ട്, കുറച്ച് മുമ്പ് വീണ്ടും പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു ട്രേഡ് നടക്കുമ്പോൾ ഒരു ഡിഫൻസ് ട്രേഡിലേക്ക്, ഡിഫൻസ് എക്സ്പോർട്സിലേക്ക് ഇന്ത്യ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടാക്സേഷൻ വഴി കേരളത്തിന് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയിൽ മിസൈലുകൾ ഇറക്കുമതി ചെയ്യാൻ, കൊണ്ടിറക്കാൻ ലൈസൻസ് ഉള്ള, അല്ലാതെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പോർട്ട് കൊച്ചിൻ പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന മിസൈലുകളെല്ലാം കൊച്ചിൻ പോർട്ടിൽ ഇറങ്ങി എറണാകുളത്ത് കാക്കനാടുള്ള നേവൽ ആർമമെന്റ്സ് ഡിപ്പോയിൽ സൂക്ഷിച്ച് അവിടെ നിന്ന് ട്രെയിൻ മാർഗവും റോഡ് മാർഗവുമാണ് ഇന്ത്യയുടെ പല ബോർഡറുകളിലേക്ക് മിസൈലുകൾ നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കൂടി തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് കൊണ്ടുണ്ട്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈൽ ടൊമഹോക്കിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലോ കോസ്റ്റ് ആയിട്ട് ബ്രഹ്മോസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഫ്യൂൽ എന്ന് പറയുന്നത് റിഫൈൻഡ് കെറസിൻ മാത്രമാണ്. അതിലെ ഉള്ളിൽ അതിഭയങ്കരമായ ഒരു ഫ്യൂൽ സംവിധാനമൊന്നുമില്ല. ആദ്യ സ്റ്റേജ് കെറസിനിൽ പറന്നുയരുകയും രണ്ടാം സ്റ്റേജ് എയർ ബ്രീത്തിങ് സ്ക്രാംജെറ്റ് ടെക്നോളജിയിലാണ് മിസൈൽ മുന്നോട്ട് പോകുന്നത്. ശബ്ദത്തേക്കാൾ ഏതാണ്ട് 2.9 മാക് സ്പീഡിലാണ് അത് പോകുന്നത്. അപ്പോൾ അടുത്ത ബ്രഹ്മോസ് 2 എന്ന് പറയുന്നത് ഇതിലേറെ അഡ്വാൻസ്ഡ്, ഇതിലേറെ ലീത്തലായിട്ടുള്ള ഒരു ബ്രഹ്മോസാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു പക്ഷേ ശബ്ദാതിവേഗത്തിന് ഉപരിയായിട്ട് കുറച്ചുകൂടി റേഞ്ചുള്ള ഒരു മിസൈലായിരിക്കും എന്നാണ് ഈ രംഗത്തെ വീക്ഷിക്കുന്നവർ പറയുന്നത്. എയർഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. കാരണം ബ്രഹ്മോസിനെ സുഖോയിൽ ഘടിപ്പിച്ച് ഇന്ത്യ പരീക്ഷണം നടത്തി. റഷ്യയും ഇന്ത്യയും ചേർന്ന് ഉണ്ടാക്കിയതാണെങ്കിലും അതിനൊരു എയർ വേരിയൻറ്റിൻ്റെ പരീക്ഷണം ഇന്ത്യയിലാണ് നടന്നത്. റഷ്യൻ മാനുഫാക്ചേർഡ് സുഖോയിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ച് കഴിയുമ്പോൾ സുഖോയുടെ സ്പീഡിനൊപ്പം തന്നെ വളരെയധികം ദൂരം പറന്ന് അവിടെ നിന്ന് ബ്രഹ്മോസ് തൊടുക്കാവുന്ന ഒരു വെപ്പൺ കോമ്പിനേഷൻ ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ലോകത്ത് ആകമാനം ഇന്ന് പല രാജ്യങ്ങളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിൻ്റെ ഒരു പൊട്ടൻ പവർ കൂടി ഇന്ത്യ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വെപ്പൺ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി ഡെഫിനറ്റ്ലി ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് വരികയും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ അവിടെയുണ്ട്. സ്ട്രാറ്റജിക് ആംഗിള്, നേരത്തെ ലക്ഷദ്വീപിൻ്റെ കാര്യം പറഞ്ഞു. ഈ നമ്മുടെ കിഴക്കൻ അതിർത്തി മറക്കാൻ പാടില്ല. ചൈന വളരെയധികം ശ്രീലങ്കയുമായി അടുക്കുകയും ശ്രീലങ്കയിലെ ഓയിൽ കരാറുകൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾക്കപ്പുറത്തുള്ള ചൈനയുടെ ചില നാവിക വിന്യാസങ്ങളും അവരുടെ പുതിയ വിമാനവാഹിനി കപ്പലിനെ അവർ നീറ്റിലിറക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെനിൻസുല, നമ്മുടെ മുനമ്പ്, ആ മേഖല ലോകത്തിലെ 90% ഓയിൽ ട്രേഡ് ഈ വഴി കടന്നു പോകുന്നതാണ്. അത് അത്രയേറെ സെൻസിറ്റീവ് ഒരു ഏരിയയിൽ ഇന്ത്യ ഫോർട്ടിഫൈ ചെയ്യുക, ഇന്ത്യയുടെ കൂടുതൽ ഇൻസ്റ്റലേഷൻസ് വരികയും കൂടുതൽ ശക്തമായ നിരീക്ഷണവും കാവലും വേണ്ട ഒരു സമയത്താണ് ഈ ബ്രഹ്മോസ് യൂണിറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബ്രഹ്മോസ് യൂണിറ്റ് വരുന്നതിനൊപ്പം ഇപ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ മാറുന്ന മുഖഛായ, ബ്രഹ്മോസ് കേന്ദ്രം വരുന്ന തിരുവനന്തപുരം എന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഒരു കേന്ദ്രമായി മാറുന്നതിന്. ഇപ്പോൾ കാട്ടാക്കട നഗരത്തിൽ നിന്ന് കുറച്ച് പരിധി വിട്ടാണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം വരുമ്പോൾ അതിൻ്റേതായ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ റോഡ് മാർഗ്ഗം, ഇപ്പോൾ എനിക്ക് വിഴിഞ്ഞം കാട്ടാക്കട ഇതൊക്കെ കണക്ട് ചെയ്യുന്ന റോഡൊക്കെ ഇനി കൂടുതൽ വിപുലപ്പെടുത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നഗരത്തെ സംബന്ധിച്ച് വികസനത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടി പോകുന്നതാണ് ഇതെന്ന് കണക്കാക്കാം. തീർച്ചയായിട്ടും വികസനം, നഗരവികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒപ്പം തന്നെ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് നാവിക കപ്പലുകൾ ഉണ്ടാക്കുന്ന ഒരു ഷിപ്പ്യാർഡായി മാറിയിരിക്കുന്നു. ഇതേ തുടർന്ന് കൊച്ചിയിലും ചുറ്റുവട്ടത്തും ഉണ്ടായിരിക്കുന്ന ഒരു ആങ്സിലറി ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. കാര്യം ഒരു നേവൽ ഷിപ്പ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2500 കിലോമീറ്ററോളം കേബിൾ തന്നെ ആവശ്യം വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് വാഷറുകൾ, റബ്ബർ പ്രോഡക്ട്സ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോഡക്ട്സ് ഈ ഷിപ്പിനെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് അതായി വരുമ്പോൾ അതൊരു ഇരുമ്പ് ചട്ടക്കൂട് മാത്രമല്ല, അതിനുള്ളിലേക്ക് പോകേണ്ട മറ്റ് മാനുഫാക്ചറിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ ധാരാളം
കൊച്ചി ആൻഡ് ചുറ്റുവട്ടത്തായിട്ട് ഇന്നൊരു വലിയ വൻ വ്യവസായമായി മാറിയിരിക്കുകയാണ്. ഷിപ്പ്യാർഡ് തന്നെ 1-2 ഈ ഒരു B2B മീറ്റ്, ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഒരു പൊട്ടൻഷ്യലും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനെ കുറിച്ചും പറയുകയുണ്ടായി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ISROയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മ പല മാനുഫാക്ചറിങ് യൂണിറ്റും റിസർച്ച് യൂണിറ്റും നടത്തുന്നുണ്ട്. ഇന്ന് ISRO ആണ് അവരിൽ നിന്ന് വാങ്ങുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു പുതിയ മിസൈൽ സിസ്റ്റം വരികയും ആ മിസൈൽ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലും കൂടെ നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രി, ആക്സിലറി ഇൻഡസ്ട്രി വളരുകയും ചെയ്യും. അവിടെയാണ് ദിവിഷ് മണി നേരത്തെ പറഞ്ഞ മാതിരിയുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത്. ആ കൂടുതൽ തൊഴിലുകൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സ്വയം ഒരു ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇതിന് വേണ്ട ചെറിയ ഘടകങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ മെറ്റൽ റിസർച്ച്, അലോയ് റിസർച്ച്, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഈ ഒരു ഡിഫൻസ് രംഗത്തെ വികസന രംഗം മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനനുസരിച്ചുള്ള കോഴ്സുകളും കൂടെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ഭാവി തലമുറയ്ക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഇവിടെ തുറന്നു വരികയാണ്. ഒപ്പം ഈ സശാസ്ത്ര സീമാ ബില്ലിൻ്റെ വരവ് അത് ഏറെക്കാലമായി ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ ഒരു കേന്ദ്രസേനയ്ക്ക് ഇവിടെ ഒരു ഇടം വേണമെന്ന്. അപ്പോൾ അതും ഇനി അനുമതിയാകുന്നു. അതും വേഗത്തിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആക്കുളമുണ്ട്, കൊച്ചിയിലേക്ക് നമുക്ക് നാവികസേന ആസ്ഥാനമുണ്ട്, ഇവിടെ സശാസ്ത്ര സീമാ ബിൽ വരുന്നു. അപ്പോൾ സ്ഥിരം ഒരു സേനയുടെ സാന്നിധ്യം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ഉണ്ടെങ്കിൽ പോലും അത് കേരളത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് കൂടി നമ്മൾ പലതും കാണുള്ളൂ. നമുക്കറിയാം പല രീതിയിൽ കലാപ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം കൂടിയായിട്ടും കൂടി ഇതിനെ മനസ്സിലാക്കാം അല്ലേ? നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയേക്കാൾ ഉപരിയായിട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ മിസൈലുകൾ, ഏത് മിസൈൽ തൊടുത്താലും എത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഭൂപ്രദേശമാണ് കേരളം അല്ലെ സൗത്ത് ഇന്ത്യ. കാരണം ആ മിസൈൽ ഏത് രാജ്യത്തു നിന്ന് അയച്ചാലും അല്ലെ അത് വന്ന് ഇവിടേക്ക് വരുന്ന ഒരു സഞ്ചാരപാതയ്ക്കുള്ളിൽ പലയിടത്തും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ സേഫ് ഗാർഡഡ് ആയ ഒരു ജിയോഗ്രഫിയാണ് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യ അടങ്ങിയ ആ പ്രദേശം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇന്ത്യ ഒരു പർട്ടിക്കുലർ സർവീസിൽ ആശ്രയിച്ചല്ല നമ്മുടെ തിരിച്ചടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഒരു അറ്റാക്ക് പോസിബിലിറ്റി നമ്മൾ തിരയുന്നതിനിടയിൽ അത് ഏതെങ്കിലും ഒരു ആർമിയുടെ മാത്രമായിട്ടോ എയർഫോഴ്സിൻ്റെ മാത്രമായിട്ടോ ആയിരിക്കില്ല പ്ലാൻ ചെയ്യുക. നമ്മളൊരു കമ്പൈൻഡ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ ട്രൈ സർവീസ് കമാൻഡ് എന്ന് പറയുന്നത് ആൻഡമാനിൽ നമ്മൾ ഉണ്ട്. ന്യൂക്ലിയർ ട്രയഡ് കൈകാര്യം ചെയ്യുന്നതിന് ട്രൈ സർവീസ് കമാൻഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 സേനകളുടെയും സംയുക്തമായ, ഇപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ട മാതിരി സിന്ദൂറിന് ശേഷം ആ 3 സേനാ തലവന്മാരെയും നിരത്തി പത്രക്കാരെ വിശദീകരിക്കുന്നത് വഴി ഇന്ത്യ ലോകത്തിനോട് പറഞ്ഞ ഒരു ട്രൈ സർവീസ് സ്ട്രാറ്റജി ഉണ്ട്. 3 സേനകളുടെയും സംയുക്തമായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെയുള്ള കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അത് ട്രിവാൻഡ്രത്തും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിനി വാർ വന്നാൽ പോലും നമ്മുടെ മെയിൻ സേനകളെ അല്ലെങ്കിൽ മുഖ്യമായ ഈ ട്രൈ സർവീസ് കമാൻഡിൻ്റെ കീ എലമെൻറ്റ്സിനെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഫോം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളത്തിലായിട്ടുണ്ട്. നമുക്ക് BSF ക്യാമ്പുണ്ട്, അതേപോലെ സശസ്ത്ര സീമാ ബില്ല് വരുന്നുണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ഒപ്പം തന്നെ നേവി എയർഫോഴ്സിൻ്റെയും ശക്തമായ സാന്നിധ്യവുമുണ്ട്. ഒപ്പം നേവൽ ട്രെയിനിങ് സെൻ്ററുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പിനേഷൻ, പുതിയ തലമുറ ഓഫീസർമാർ വരുമ്പോൾ അവർക്കും കണ്ട് പരിശീലിച്ച് വരാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഫോഴ്സസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ശരിയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് പ്രതിരോധ രംഗത്ത് കേരളത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടുതൽ ശക്തമാകുന്നു, വികസന പാതയിൽ കേരളത്തിന് കൂടുതൽ കരുത്താകുന്നു. അങ്ങനെ ബ്രഹ്മോസിൻ്റെയും സശസ്ത്ര സീമാബലിൻ്റെയും ഒക്കെ വരവ് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നിട്ടുണ്ട്. അതിന് വേഗം അനുമതി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി, മറ്റ് നടപടികൾ വേഗത്തിലാകട്ടെ. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ തുടക്കം ഇടാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷ. പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ ദിവിഷ്. അതായത് ഈ ദിവസത്തിൽ തന്നെ ഇന്നിപ്പോൾ ഇത് കാണുന്നതോ അല്ല പിന്നീട് ഇതിനെക്കുറിച്ച് അറിയുകയോ നാളെ മാതൃഭൂമിയിൽ വായിക്കുകയോ ചെയ്യുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, പ്രത്യേകിച്ച് നാളെയുടെ ഒരു കാലഘട്ടത്തിൽ ഈ അവസരം ഉപയോഗിച്ച് ആ തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ പ്രാപ്തരാകുന്ന രീതിയിലേക്കുള്ള ഒരു ചിന്തയും കൂടി ഇന്ന് തുടങ്ങണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം AI കാലഘട്ടമാണ്, ഇമെൻസ് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഇന്ന് ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവാവ് തൻ്റേതൊരു ആശയം അതിനെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ
ആ കൊമേഴ്ഷ്യൽ പോസിബിലിറ്റി പരീക്ഷിക്കാനും ഒരു പക്ഷേ ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആകുവാനും സാധിക്കുന്ന രീതിയിലാണ് ഈ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന ഡെവലപ്മെൻ്റ് എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇതിൻ്റെ ഈ ഒരു പോസിബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചിന്ത കൂടെ ഇന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ശരിയാണ്, തീർച്ചയായും. അതിപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇന്ദ്രജാൽ റേഞ്ചർ എന്ന AI സംവിധാനത്തോടെയുള്ള ഒരു ആൻറ്റി ഡ്രോൺ സംവിധാനം ഇന്ത്യൻ സേനയുടെ ഭാഗമായി അവതരിപ്പിച്ചത്. അതൊരു ഇന്ദ്രജാൽ എന്ന് പറഞ്ഞ ഒരു AI കമ്പനിയാണ്. 2022 തുടങ്ങി 2-3 വർഷം കൊണ്ട് അവർ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തേക്ക് വലിയ ഒരു സംഭാവന നിർവഹിക്കണം. അതുപോലെ കേരളത്തിൽ നിന്നും സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വലിയ സാധ്യതകൾ ഇതിലൂടെ തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പറഞ്ഞ പോലെ ആ രീതിയിൽ കൂടി യുവാക്കൾ ചിന്തിക്കുന്ന ഒരു സമയത്തേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ നന്ദി ശ്രീ മനോജ് കെ ദാസ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്.